അപ്പുപ്പനും ഗുരുസ്വാമിയും ഒന്നായപ്പോൾ കുട്ടികളുടെ കുറുമ്പും ഇരട്ടിയായി. ആമിയുടെ മൂന്നാമത്തെ ശബരിമല യാത്ര. 2 മക്കളെയും കൊണ്ട് ഒരു മലകയറ്റം. മൂത്ത പുത്രൻ്റെ ആദ്യത്തെ മലകയറ്റം. എൻ്റെ സ്വന്തം അയ്യപ്പനുമായി എൻ്റെ എല്ലാമായ അയ്യപ്പസ്വാമിയെ കാണുവാനുള്ള മലകയറ്റം. വ്രതം ഞങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നു. എങ്കിലും ഇന്ന് നമ്മുടെ തൊട്ടടുത്ത അയ്യപ്പൻ്റെ അമ്പലമായ പത്തനംതിട്ട ശാസ്താംകോലിൽ പോയി അച്ഛൻ്റെ കൈകൊണ്ട്, നമ്മുടെ ഗുരുസ്വാമിയുടെ കൈകൊണ്ട് തന്നെ മാലയിട്ടു. അയ്യപ്പനും ആമിയും ശബരിമലയ്ക്ക് പോകാൻ സന്തോഷത്തോടുകൂടി മാലയൊക്കെ ഇട്ട് റെഡിയായിട്ടിരിക്കുവാണ്. മല കയറുമ്പോഴും ഈ എനർജിയൊക്കെ കണ്ടാൽ മതിയായിരുന്നു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി നെയ്ത്തേങ്ങയൊക്കെ റെഡിയാക്കി. അപ്പൂപ്പനും പിള്ളേരുടെ കെട്ടുമുറുക്കിനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുന്ന ഒരു തിരക്കിലാണ്. ഇവിടെ ദേ പാത്രത്തിൽ നെയ്ത്തേങ്ങയ്ക്കുള്ള നെയ്യൊക്കെ ഉരുക്കി വെച്ചു. ഗണപതി ഒരുക്കൊക്കെ തയ്യാറാക്കി. അടുത്തത് നെയ്ത്തേങ്ങ നിറയ്ക്കലാണ്. ഇന്നത്തെ യാത്രയിൽ അച്യുതനും കന്നിസ്വാമിയായിട്ട് ഞങ്ങളോടുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന നാളികേരത്തിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യ് ശരണമുളിയോടെ ഒഴിക്കുന്നു. 2 തവണ മല കയറി ആമി ആ ഒരു എക്സ്പീരിയൻസോടുകൂടി കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോണ്ട് കുഞ്ഞുണ്ണി പുറകിൽ തന്നെ ഉണ്ട്. അങ്ങനെ അയ്യപ്പനും ആദ്യമായി നെയ്ത്തേങ്ങ നിറച്ചു. ഇപ്പോൾ നെയ്യ് നിറച്ച തേങ്ങകളും അതുപോലെ മല കയറുമ്പോൾ അടിച്ചു കയറേണ്ട തേങ്ങകളൊക്കെ പ്രത്യേകം എടുത്തു വെച്ചു. അതുപോലെ കെട്ടുനിറയിലേക്ക് വേണ്ട മറ്റുള്ള സാധനങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഇല്ലത്തമ്പലത്തിലേക്ക് പോന്നു. അമ്മേ തൊഴുതേ അയ്യപ്പനും തൊഴുതേ. ഞങ്ങളുടെ എല്ലാ ശബരിമല യാത്രയും തുടങ്ങുന്നത് അച്ചൻകോവിലാറിൻ്റെ തീരത്തുള്ള ഈ ഒരു കുഞ്ഞമ്പലത്തിൽ നിന്നാണ്. അയ്യപ്പനെങ്കിൽ വാ. സത്യത്തിൽ നാടും അമ്പലവും അവിടുത്തെ ആ ചടങ്ങുകളും ഒന്നും സ്ഥിരമായി കാണാത്ത ആമിയെയും അയ്യപ്പനെയും പോലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിരിക്കും. തൊഴുതേ അമ്മയൊക്കെ തൊഴുതേ. വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ തന്നെ അച്ഛൻ ഇരുമുടിയൊക്കെ എടുത്തു വെച്ച് കെട്ടുമുറുക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അയ്യപ്പൻ ഫസ്റ്റ് ടൈം അല്ലേ പോകുന്നത്? അപ്പൂപ്പൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അയ്യപ്പൻ അവിടെ തന്നെ ഇരുന്നു. കുഞ്ഞുണ്ണിയെ ഞങ്ങൾ കൂട്ടുമെന്ന ധാരണയിൽ അവനും അവിടെ തന്നെ സ്ഥാനം പിടിച്ചു. ആദ്യത്തെ ഇരുമുടി കന്നിയപ്പൻ തന്നെ നിറച്ചു. അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൽ പ്ലാസ്റ്റിക് നിരോധനമുള്ളതുകൊണ്ട് അച്ഛൻ ന്യൂസ് പേപ്പറിനകത്താണ് ഇരുമുടിയിലേക്കുള്ള കൂടുതൽ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്.
സ്വാമിയേ എന്ന് പറ. സ്വാമിയേ ശരണമയ്യപ്പ. ശരണമയ്യപ്പ. ഇന്ന് വരെയുള്ള എൻ്റെ എല്ലാ ശബരിമല യാത്രകൾക്കും കെട്ടുനിറ നടത്തിയത് അച്ഛനാണ്. ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്കും ആ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഇന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് ആമി പോയ 2 പ്രാവശ്യവും കെട്ടുനിറ നടത്തിയതും അച്ഛൻ തന്നെ ആയിരുന്നു. ആമിയുടെ ആദ്യത്തെ ശബരിമല പോക്കിനാണെങ്കിൽ അച്ഛനും ഞങ്ങളുടെ കൂടെ വരികയും ചെയ്തു. ഇപ്പോൾ തൽക്കാലം ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് അച്ഛൻ ശബരിമല യാത്രയൊക്കെ ഒഴിവാക്കിയിരിക്കുവാണ്. ഒരു 50-55 വർഷം മല കയറിയിട്ടുള്ള ഗുരുസ്വാമിയാണ് അച്ഛൻ. പറഞ്ഞു വരുമ്പോൾ ഞാനും ഒരു 20-25 വർഷം ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. കുഞ്ഞുണ്ണി ഇപ്പോഴേ പ്രസാദമൊക്കെ എടുത്ത് കഴിക്കാൻ റെഡിയായിട്ടിരിക്കുക. കെട്ടുമുറുക്കിൻ്റെ അല്ലെങ്കിൽ കെട്ടുനിറയുടെ ഒരവസാന ഭാഗമാണ് ഈ ഒരു കറുപ്പ് കച്ച കെട്ടുക എന്നുള്ളത്. അതിനുശേഷം നമ്മൾ തലയിൽ കെട്ട് എടുക്കുക എന്നുള്ളതാണ്. തലയിൽ തോർത്തൊക്കെ കെട്ടി ആ ഒരു കെട്ടെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. കുഞ്ഞുണ്ണിയുടെ ബഹളം കാരണം അപ്പൂപ്പൻ അവൻ്റെ തലയിലും തോർത്തുകൊണ്ടൊന്ന് കെട്ടി. ആദ്യത്തെ ദക്ഷിണ ഗുരുസ്വാമിക്ക് തന്നെ. ഊരിത്തരും. അച്ഛൻ കൂടെ കൊടുക്കുക. അയ്യപ്പൻ കൊടുത്തതല്ലേ? അറബിയാണോ? ആണ്. വേണ്ട എനിക്ക്. ഇങ്ങോട്ട് അമ്മ എടുത്തേ. കെട്ടും താങ്ങി ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ. അങ്ങനെ ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നു. ഇപ്രാവശ്യം ബസ്സിലാണ് യാത്ര. ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു 69 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പമ്പയ്ക്ക്. അയ്യപ്പനാണെങ്കിൽ ആദ്യമായിട്ട് ബസ്സിൽ കയറുന്നതിൻ്റെ ഒരു ത്രില്ലിലുമാണ്. എന്താ ബസ്സിൽ കയറുന്ന വഴി കയറിക്കോ. ഒരു മഴ കഴിഞ്ഞുള്ള അന്തരീക്ഷമാണ് പുറത്ത്. ഞങ്ങൾ 2.5-3 മണിക്കൂർ കൊണ്ട് പമ്പയിലെത്തി. പമ്പയിൽ നിന്ന് ഞങ്ങൾ താഴോട്ട് അങ്ങനെ ഇറങ്ങുവാണ്.
പമ്പ നദിയുടെ ഭാഗത്തേക്കുള്ള ഒരു പോക്കാണ്. മഴയൊക്കെ പെയ്ത സമയമായതുകൊണ്ട് തന്നെ നല്ല തെറ്റലൊക്കെ ഉണ്ട്. ഇറങ്ങി വരുമ്പോൾ പമ്പ നദിയാണെങ്കിൽ നിറച്ച് വെള്ളത്തോടു കൂടി ഇങ്ങനെ നല്ല ഒഴുക്കും ഒക്കെ ആയിട്ട് ഉള്ളൊരവസ്ഥയാണ്. അപ്പം ഈ രാത്രിയിൽ തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കണം. അപ്പം പിള്ളേരൊക്കെ അതിനുവേണ്ടി ഒന്ന് റെഡിയായിട്ട് കുളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. കുളി കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നും നോക്കിയില്ല. നല്ല ചൂട് പൊറോട്ടയും മസാല ദോശയും കൂടെ കഴിച്ചു. കയറി പോകുന്നതാണ് മൗണ്ടൻ. ഈ ഊർജത്തിൽ ഇനി മല കയറണം. അപ്പം നടപ്പ് തുടങ്ങി. മലകയറ്റം തുടങ്ങുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ കർപ്പൂരമൊക്കെ കത്തിച്ച് തൊഴുത് ശരണം വിളിച്ച് കയറാം. ആ, പിള്ളേർ രണ്ടും വളരെ നല്ല ആവേശത്തിലാണ്. മല കയറുന്നത് വരെ ഈ ഒരു സ്പിരിറ്റ് കണ്ടാൽ മതിയായിരുന്നു. ഇതുവഴി കയറി കയറി കയറി. ഗണപതി കോവിലിൻ്റെ തൊട്ട് താഴെയുള്ള ശില്പങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ കയറി. അങ്ങനെ ഗണപതി കോവിലിലെത്തി. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. നട തുറക്കാൻ സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തു നിന്ന് ഗണപതി ഭഗവാനെ തൊഴുതു. പോയി തൊഴുതേ അവിടെ. അവിടെ കുഴപ്പമില്ല, ഞാൻ പൊക്കോ. പമ്പയിലുള്ള മറ്റമ്പലങ്ങളും തൊഴുത് ഞങ്ങൾ മല കയറാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ തെന്നി താഴെ ആമിയെ അയ്യപ്പ പതുക്കെ. ഈ ഇറക്കം കഴിഞ്ഞ് നല്ലൊരു മലകയറ്റം തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ പന്തളം രാജാവിൻ്റെ പ്രതിനിധി ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതും വണങ്ങി മുന്നോട്ട്. മലകയറ്റത്തിൻ്റെ തുടക്കത്തിൽ പിള്ളേരെല്ലാം നല്ലപോലെ ഓടിക്കയറുവാണ്. നല്ലൊരു മഴയുള്ള ദിവസമാണ്, തന്നെയല്ല സീസണുമല്ല. അതുകൊണ്ട് തന്നെ തിരക്കൊക്കെ വളരെ കുറവാണ്. നമ്മൾ തന്നെ ഉള്ളെന്ന് തന്നെ പറയാം. നമ്മൾ സ്വസ്ഥമായിട്ട് ഇങ്ങനെ കയറുക. നമ്മളങ്ങനെ നീലിമല ബോട്ടത്തിലെത്തി. അപ്പം നീലിമല കയറാൻ തുടങ്ങി. ഇടയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ ജ്യൂസും വെള്ളമൊക്കെ കുടിച്ചാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ നടന്ന് അപ്പാച്ചിമേട് ബോട്ടത്തിലെത്തി. അപ്പാച്ചിമേട് കയറ്റമാണ് ഏറ്റവും കഠിനമെന്നാണ് പറയുന്നത്. ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല കയറ്റമൊക്കെ ഉണ്ടെങ്കിലും അയ്യനെ കാണാമെന്നൊരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള യാത്രയാകുമ്പോൾ നമുക്ക് വലിയ ക്ഷീണമൊന്നും തോന്നില്ല. പ്രത്യേകിച്ച് ഈ കാനന ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ളൊരു യാത്രയാകുമ്പോൾ. അങ്ങനെ അപ്പാച്ചിമേട് ടോപ്പിലെത്തി. ഇവിടെ 1.9 കിലോമീറ്ററിലൂടെ ഇനി സന്നിധാനത്തേക്കെന്നുള്ളൊരു ബോർഡ് കണ്ടു. അപ്പാച്ചിമേട് കഴിഞ്ഞാൽ ശബരിപീഠത്തിലേക്കുള്ള ചെറിയൊരു ഇറക്കമാണ്. ഇപ്പോൾ അവിടെ കല്ലൊക്കെ പാകി നല്ലൊരു വഴിയാക്കിയിട്ടിരിക്കുക. നല്ല മഞ്ഞുണ്ട്. അതും കാടിൻ്റെ ബാക്ക്ഗ്രൗണ്ടൂടെ ആകുമ്പോൾ ഒരു വല്ലാത്ത ഭംഗിയാണ്. അങ്ങനെ ശബരിപീഠത്തിലെത്തി. അടുത്തത് ശരംകുത്തിയാണ്. വരാം അല്ലെങ്കിൽ ശബരിമലയിലേക്കുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഇതുപോലെയുള്ള ട്രാക്ടറുകളിലാണ്. പിള്ളേരെ സംബന്ധിച്ച് ഇതെല്ലാം അവർക്കൊരു പുതിയ പുതിയ കാഴ്ചകളായിരുന്നു. അങ്ങനെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മരക്കൂട്ടത്തിലെത്തി. ഇവിടെയുള്ള ഓരോ സീനും അത്രയ്ക്ക് ഭംഗിയുള്ളതാണ്. ആ ഒരു കാടും അതിൻ്റെ ഭംഗിയും ഒന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനിയും സന്നിധാനത്തേക്ക് വെറും 700 മീറ്ററുകൾ മാത്രമാണുള്ളത്. ഏതായാലും ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പിള്ളേരൊക്കെ വളരെ സുഖമായിട്ട് നടന്ന് ഇവിടെ വരെ എത്തി അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ. സീസണിൽ പോകാം. ഇതാ നമ്മളങ്ങോട്ടൊന്ന് ഇറങ്ങാൻ പോവാം.
ഇനിയും വലിയ നടപ്പന്തലിലേക്കുള്ള ഒരു നടപ്പാതയാണ്. ഇതിറങ്ങിച്ചെന്ന വലിയ നടപ്പന്തലാകും. നട തുറന്നിട്ടില്ല. അങ്ങനെ നടപ്പന്തലെത്തി. ഇനി ഇവിടെ ഞങ്ങൾക്ക് വിശ്രമിക്കണം. നട തുറക്കുന്ന സമയം വരെ ഇവിടെ വിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. തിരക്കൊന്നുമില്ല, ആരും തന്നെ ഇല്ല. അങ്ങനെ പതുക്കെ ഇവിടെ വിധി വെച്ച് നട തുറക്കുന്നത് വരെ ഇവിടെ റെസ്റ്റ് എടുക്കാം. അയ്യപ്പൻ റെസ്റ്റ് എടുക്കാനൊന്നും കൂട്ടാക്കാതെ പിള്ളേർ അവിടെ മുഴുവൻ ചുറ്റി നടന്ന് കണ്ടു. നട തുറന്നു. ഞങ്ങൾ ദർശനത്തിന് വേണ്ടി 18-ാം പടിയിലേക്ക് നടക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ലാതെ ഞങ്ങളെല്ലാവരും 18-ാം പടിക്ക് മുന്നിൽ നിന്ന് ശരണം വിളിച്ച് നാളികേരമുടച്ചു. അങ്ങനെ ഞങ്ങൾ പൊന്നും 18-ാം പടി ചവിട്ടാൻ പോവുകയാണ്. ആമി 3ാമത്തെ തവണയും അയ്യപ്പനും അച്യുതനും ആദ്യത്തെ തവണയും ഞങ്ങളിങ്ങനെ 18-ാം പടി ചവിട്ടാൻ വേണ്ടി പോകുന്നു. ശരണം വിളിച്ച് ഞങ്ങൾ 18-ാം പടി ചവിട്ടുന്നു. ഞങ്ങൾ ഓരോ പടിയും തൊട്ട് വണങ്ങി പടി കയറി ഫ്ലൈ ഓവറിൽ വന്നു. കുറച്ചു ഭക്തജനങ്ങൾ മാത്രമേ സോപാനത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ നിന്ന് തൊഴുതു. സുഖദർശനം ശുഭദർശനം എന്ന് പറയുന്നത് പോലെ നല്ലതുപോലെ തൊഴുതിറങ്ങി. ആമി ആദ്യം വന്നത് മണ്ഡലകാലത്തായിരുന്നു. അന്നും പോലീസ് അയ്യപ്പന്മാരുടെ സഹായത്താൽ നല്ലപോലെ തൊഴാൻ സാധിച്ചു. രണ്ടാമത് നിറപുത്തരി സമയത്ത് വന്നപ്പോഴും ഇതുപോലെ തന്നെ നല്ലപോലെ തൊഴാനും മേൽശാന്തിയുടെ അനുഗ്രഹം വാങ്ങാനും സാധിച്ചിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ തിരുനട എത്തി നെയ്യഭിഷേകമൊക്കെ കഴിഞ്ഞിരിക്കുന്ന പൊന്നുതമ്പുരാനെ കണ്ടു വണങ്ങി നിറഞ്ഞ മനസ്സോടുകൂടി മലയിറങ്ങി.